മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയാണോ മുഖ്യമന്ത്രി പിണറായി വിജയനെയാണോ പ്രശസ്ത തിരക്കഥാകൃത്തും നടനുമായ രഞ്ജി പണിക്കർക്ക് ഇഷ്ടം? ചെങ്ങന്നൂർ ഇലഞ്ഞിമേൽ ഗാന്ധി ഭവനിൽ സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി സ്നേഹ സ്മൃതി സംഗമത്തിലെ രഞ്ജി പണിക്കരുടെ ഈ പ്രസംഗത്തിൽ ചോദ്യത്തിനുള്ള ഉത്തരമുണ്ട്. റോഡ് യാത്രകളിൽ മുഖ്യമന്ത്രിമാരുടെ വലിയ സുരക്ഷാ സന്നാഹങ്ങൾ ഉദാഹരണമാക്കിയായിരുന്നു ഉമ്മൻചാണ്ടിയെയും പേരെടുത്തു പറയാതെ മുഖ്യമന്ത്രി പിണറായി വിജയനെയും താരതമ്യം ചെയ്ത് രഞ്ജി പണിക്കരുടെ പ്രസംഗം. നേതാവ് നമ്മുടെ കാലത്തിലില്ല, ഉമ്മൻചാണ്ടിയില്ല. ഉമ്മൻചാണ്ടിയെ കുറിച്ച് ഒരുപാട് കഥകളുണ്ട്. എനിക്ക് സത്യത്തിൽ ഉമ്മൻചാണ്ടിയെ കുറിച്ച് മണിക്കൂറുകളൊക്കെ സംസാരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അത്രയും സംസാരിക്കില്ല. എങ്കിലും ഉമ്മൻചാണ്ടി, ഞാൻ പറയുന്നത്, ഒരു കാറിന് സഞ്ചരിക്കാൻ, ഒരു അധികാരിക്ക് സഞ്ചരിക്കാൻ ഒരു പ്രദേശത്തെ ജനങ്ങളെ മുഴുവൻ കുറച്ചു നേരത്തേക്ക് സ്തംഭിപ്പിക്കുകയും അതിലൂടെ വലിയ അകമ്പടിയോടുകൂടി ഒരു നേതാവ് കടന്നു പോവുകയും അല്ലെങ്കിൽ ഒരു അധികാരി കടന്നു പോവുകയും ചെയ്യുന്നതിൻ്റെ ചിത്രങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ വല്ലാതെ പതിഞ്ഞു പോകുന്ന ഒരു കാലത്താണ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഉമ്മൻചാണ്ടി ഒരു സീറ്റിൽ കയറിയാൽ ഉമ്മൻചാണ്ടിയെ തള്ളി ഇപ്പുറത്തെ ഡോറിൽ കൂടെ പുറത്തു കളഞ്ഞിട്ട് ആളുകൾ കയറിക്കൊണ്ടിരിക്കും. മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കാറിൽ ഒരു നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ആളുകളെയും കയറ്റുമായിരുന്നു. ഇതിനിടെ ഉമ്മൻചാണ്ടി കാറിൽ നിന്നും പുറത്താകുന്നത് ഒരു കാർട്ടൂണല്ല, യാഥാർത്ഥ്യമാണെന്ന് രഞ്ജി പണിക്കർ പറയുന്നു. ഉമ്മൻചാണ്ടി ഇടതുവശത്തെ ഡോറിലൂടെ ഇടതുവശത്തെ സീറ്റിലാണ് കയറുന്നത്. മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്താണ്. ഒരു മുഖ്യമന്ത്രിയുടെ കാറിന്റെ 1 കിലോമീറ്റർ ചുറ്റളവിൽ ആളുകൾക്ക് പോകാൻ പറ്റാത്ത ഒരു കാലത്ത് ഉമ്മൻചാണ്ടിയുടെ കാറിനകത്ത് ഒരാൾ കയറി, അപ്പുറത്ത് വേറൊരാൾ കയറി, അവസാനം ഉമ്മൻചാണ്ടി ഇപ്പുറത്തെ ഡോറിൽ കൂടെ പുറത്തേക്ക് തെറിച്ചു പോകുന്ന കാഴ്ച ഒരു കാർട്ടൂൺ അല്ലാതെ ഒരു യാഥാർത്ഥ്യമായിരുന്നു. ഒരു ഹാസ്യ ഭാവനയല്ല. ഉമ്മൻചാണ്ടിയുടെ കാറിൽ നിറച്ചും ഒരു നിയോജക മണ്ഡലത്തിലെ മുഴുവൻ പ്രവർത്തകരെയും കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞാൽ പോലും അതിശയോക്തി ഇല്ലാത്ത തരത്തിലാണ്. ഉമ്മൻചാണ്ടി എന്നും ജനങ്ങൾക്കൊപ്പം ജീവിച്ച നേതാവ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടായിരുന്നു രഞ്ജി പണിക്കർ തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. റിപ്പോർട്ടർ, പത്തനംതിട്ട.